നമസ്കാരം. അഹിംസയുടെ രൂപമായ ഗാന്ധിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 186 വർഷം മുൻപ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും രൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തിരുത്താൻ പുറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായത്, സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാ ബഹൻ, CF ആൻഡ്രൂസ്, നർഹരി പരീഖ്, രവിശങ്കർ വ്യാസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധി കാലം തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുൻപിത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും പുല്ലുപറിച്ചും കല്ലുപറിക്കുകയും കടലാസ് നീക്കിയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്. ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ചിത്രവാസനകളുടെ മാലിന്യങ്ങളെ തൂത്തറിയാൻ നമുക്ക് സാധിക്കണം. അതിനായി നമ്മളുടെ ക്ലാസ്സും സ്കൂളും നമുക്ക് ലഹരി വിമുക്തമാക്കാം. നമ്മളിലെ ദുശീലങ്ങളെ, ദുഷിച്ച മൂല്യങ്ങളുടെയും ജീവനിപ്പുകൾ നമുക്ക് തുടച്ചു നീക്കാം. അതിനായി നമുക്ക് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടാം. നന്ദി, നമസ്കാരം. ഭാരത് മാതാ കി ജയ്.